അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ ഒരു പ്രാവശ്യമെങ്കിലും. തേങ്ങാപ്പാലും അതുപോലെ തന്നെ മൈദയും വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. നമ്മളിവിടെ ഒക്കെ അധികവും ചെയ്യുന്ന ഒരു ഐറ്റവും കൂടിയാണ്. അതുപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. നമ്മൾ തലേന്ന് ചെയ്ത് വെക്കുക വെച്ചാൽ പിറ്റേന്ന് ചായക്കൊക്കെ എടുക്കട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ മൈദ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അധികം ലൂസായി പോവരുത്, കുറച്ചൊന്ന് ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നില്ലേ അതുപോലെ തന്നെ കുഴച്ചെടുക്കട്ടോ. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ. ഒരു ഹാർട്ടോ സ്മൈലോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഫോളോ ചെയ്യാനും മറന്നു വെറുതെ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കൈവച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. കണ്ടില്ലേ, അധികം സോഫ്റ്റും ഇല്ല അധികം ടൈറ്റും ഇല്ലാത്തൊരു പരുവത്തിൽ. ഇനി ഇത് നമുക്ക് ഉരുളകളാക്കി എടുക്കണം. അധികം വലിയ ഉരുളകളാക്കണ്ട കേട്ടോ, ചെറിയ ചെറിയ കുഞ്ഞു ഉരുളകളാക്കുക. നമ്മളിപ്പം പൂരിനേക്കാട്ടും കുറച്ച് വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം. ഇത്രയും മതിയാവും കേട്ടോ. മുഴുവനായിട്ടും നമ്മൾ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കണം. ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒട്ടി പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഓരോന്നും ഞാൻ പൂരിൻ്റെ വലുപ്പത്തിലാക്കി എടുക്കുന്നുണ്ട്. പത്തിരി പ്രസ്സില്ലെങ്കിൽ പൂരിൻ്റെ വലുപ്പത്തിൽ പരത്തിയെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ ഓരോന്ന് നമുക്കിതേപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. ഇത്രയും വലുപ്പം മതി കേട്ടോ. മുഴുവനായിട്ട് ഞാനിവിടെ പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓയിൽ തടവി കൊടുക്കാം. വെളിച്ചെണ്ണ തടവരുത് കേട്ടോ, ഓയിൽ തന്നെ തടവി കൊടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ കുറച്ചധികം തന്നെ ഓയിൽ നല്ലോണം തന്നെ തടവി കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒരു ഓയിൽ എടുത്തിട്ട് തടവി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ മുഴുവനായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മൈദ ഇതേപോലെ തൂക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാത്തിൻ്റെ മുകളിലായിട്ട് ഞാൻ മൈദപ്പൊടി തൂക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും ഇതേപോലെ ഒന്ന് അട്ടിയിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 4 വീതം വെച്ചിട്ടാണ് ഇതേപോലെ അട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേ വെക്കേണ്ട ആവശ്യമില്ല. 4 വീതമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അതാണ് കുറേ ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് ഒട്ടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതാ ഓരോന്നും ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 4 വീതം വെച്ച് ഇങ്ങനെ ഇതേപോലെ ആക്കി കൊടുക്കുക. മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ 4 വീതം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുറച്ച് പൊടി ഇട്ടിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി തൂക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് പരത്തി കൊടുക്കട്ടോ. പരത്തുന്ന സമയത്ത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് പരത്തുക. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ അടിഭാഗത്ത് ഉള്ളത് ചെറുതും അല്ലെങ്കിൽ മുകൾ ഭാഗത്തുള്ള വലുതും അങ്ങനെ ആയിപ്പോ കേട്ടോ. അപ്പോൾ അതായത് ഇതേപോലെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. നമ്മൾ സമൂസൊക്കെ പരത്തുന്ന പോലെ ചെറുതാക്കി പരത്തണ്ട കേട്ടോ, ഒന്നും കൂടി കുറച്ച് വലുപ്പത്തിൽ പരത്തിയെടുക്കണം. ഏകദേശം ചപ്പാത്തിനേക്കാട്ടും വലുപ്പത്തിനായി ഇത് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. ഇത് ചൂടായ കല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇതിൻ്റെ തൊലി മാറ്റിയെടുക്കണം. പിന്നെ കുറേ ആളുകൾ ചോദിച്ചിന് നിങ്ങളെന്താ തൊലി എന്ന് പറയുന്നത്. നമ്മളിവിടെ തൊലി എന്നാണ് കേട്ടോ ഇതിന് പറയുക. സമൂസ ഷീറ്റ് എന്ന് പറയുന്ന പോലെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് നമ്മൾ തൊലി എന്നും പറയും ഷീറ്റ് എന്നും പറയും കേട്ടോ. പിന്നെ പെട്ടെന്ന് കിട്ടുക വായിൽ തൊലി എന്ന്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞു വന്നത്. അപ്പോൾ ഓരോ ഷീറ്റ് നമ്മളിങ്ങനെ മാറ്റിയെടുക്കുന്നുണ്ട്. ഇതേപോലെ ഇളക്കിയെടുത്താൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും എടുത്തിട്ട് ഇതേപോലെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതാ കൈവച്ചിട്ട് വലിച്ചെടുക്കട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് വന്നോളൂ. പൊട്ടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ തിരിച്ച് മറിച്ചു വിട്ടിട്ട് നമ്മൾ ഈ ഓരോ തൊലിയും ഇതേപോലെ മാറ്റി ഇളക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു ഷീറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ നല്ല തിന്നായിട്ടുള്ളതാണ് കേട്ടോ. കൈൻ്റെ അടി വരെ കാണുന്നുണ്ട്. അപ്പോൾ അതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ
ഇത് മുഴുവനായിട്ട് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്, ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വലിയ ഉള്ളിയാണ്. ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ഉള്ളി ഒന്ന് ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കൊന്ന് ഇത് വഴറ്റി കൊടുക്കാം. നല്ലോണം കളറ് മാറി വന്നോട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 5-6 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോഴേക്കും നമ്മൾ വലിയ ഉള്ളി അത്യാവശ്യം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണ് അളവിൽ കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കരിഞ്ജീരകം ആ ഒരു എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വന്നോട്ടെ കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. നിങ്ങളെ കയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. കണ്ടില്ല, നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതേപോലെ ഉള്ളി ഒന്ന് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു തേങ്ങൻ്റെ പാലാണ് എടുത്തത്. നല്ല കട്ടിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 1 ലിറ്റർ അളവിൽ നല്ല കട്ടിക്ക് തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറേ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ, കുറച്ച് മാത്രം മതിയാവും. ആ ഒരു തേങ്ങാപ്പാലിൻ്റെ അംശം ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാന്നേ. ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 7 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. മുട്ട കൂടുതലായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇരിക്കണം, വെന്ത് പോകും കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി വേണ്ടിയത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. പഞ്ചസാര കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക. കാരണം നമ്മളെ തൊലിയിലേക്കും പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കുറച്ചധികം തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. എന്നതിന് ശേഷം നമുക്കിതിൻ്റെ മുട്ടൻ്റെ കുഞ്ഞിയൊക്കെ ഒന്ന് ഉടച്ചിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. മുട്ടൻ്റെ കുഞ്ഞിയൊക്കെ നല്ലോണം ഉടച്ച് കൊടുത്തിട്ട് പഞ്ചസാര നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. കുറച്ച് നേരം നിന്ന് ചൂടാക്കി എടുക്കട്ടോ. ഇതൊന്ന് തിളയ്ക്കാനാകുന്ന പരുവത്തിലാവുമ്പോൾ ഈ ഒരു കട്ടി വരും കേട്ടോ, കുറച്ചൊരു കട്ടിക്ക് വരും. അപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. കണ്ടില്ലേ, പുകയൊക്കെ വരുന്ന സമയത്ത് ഒന്ന് കട്ടിയായിട്ട് വരും. ഇനി നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കുക. അതിൻ്റെ അടിയിലായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിന് കേട്ടോ. ഇനി നമ്മൾ പരത്തി വെച്ച ഓരോ തൊലി ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു സീറയില്ലേ, അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത തൊലിയും കൂടി ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഒരു തൊലിയും കൂടിയും വെച്ച് കൊടുക്കുക. ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വെച്ച സ്ഥലത്ത് തന്നെ വെച്ച് കൊടുക്കരുത്, ഇങ്ങനെ നീക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ കുറച്ചും കൂടി സീറ വെച്ച് കൊടുക്കുക. ഇനി അടുത്ത തൊലിയും കൂടി സൈഡിലേക്കായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സീറ വെച്ച് കൊടുക്കാം. ഇനി ഈ ഭാഗത്തായിട്ട് ഒരു തൊലിയും കൂടി വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ ഭാഗത്തും നോക്കി വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മളിവിടെ മുഴുവനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും കിസ്മിസും അതുപോലെ തന്നെ ഉള്ളി പൊരിച്ചതും ഉണ്ടെങ്കിൽ മുകളിലായിട്ട് ഇട്ട് കൊടുക്കട്ടോ. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തില്ല. അത് വേണമെങ്കിൽ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മളിത് ഓവൻ്റെ അകത്ത് വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത്. നമുക്ക് വേണമെങ്കിൽ ഒരു പാൻ്റെ അകത്ത് ഗ്യാസ് മേലെ വെച്ച് കൊടുക്കട്ടോ. അങ്ങനെയും വേവിച്ചെടുക്കാം. ഇപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അത് എനിക്കൊരു സ്ഥലത്ത് കൊണ്ടുപോകാനുള്ളതാണ്. അതാണ് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നില്ല കേട്ടോ.